കഴക്കൂട്ടം മണ്ഡലത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്തിന്റെ IT നഗരമായ കഴക്കൂട്ടത്തും ഇത്തവണ പ്രവചനാതീതമാണ് മത്സരം. കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കുന്നതിനാൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം മണ്ഡലത്തിൽ സജീവ ചർച്ചയായിരുന്നു. ആവേശക്കൊടുമുടിയിലെത്തിച്ച പ്രചാരണങ്ങൾ അവസാനിക്കുമ്പോൾ ആകാംക്ഷയിലാണ് കഴക്കൂട്ടം. ആരു വീഴും ആരു വാഴുമെന്നറിയില്ല. നിലവിലെ MLA കടകംപള്ളി സുരേന്ദ്രൻ, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, മുൻ MLA T ശരത്ചന്ദ്രപ്രസാദ് എന്നിവരാണ് മത്സരരംഗത്ത്. പ്രചാരണം അവസാന ലാപ്പിലെത്തുമ്പോൾ ഒരുപോലെ പ്രതീക്ഷയിലാണ് മുന്നണികൾ. വികസന നേട്ടങ്ങൾ പറഞ്ഞാണ് കടകംപള്ളി സുരേന്ദ്രൻ വോട്ട് തേടുന്നത്. വികസനമാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്, ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് വികസനമാണ്, അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ആ വികസന പ്രശ്നങ്ങളോട് ജനങ്ങൾ വളരെ താല്പര്യപൂർവ്വമാണ് പ്രതികരിക്കുന്നത്. 2016-ലും 2021-ലും രണ്ടാം സ്ഥാനത്തെത്തിയ BJPക്ക് വമ്പിച്ച മുന്നേറ്റമുണ്ടാക്കാനാകുമെന്ന ആത്മവിശ്വാസമുണ്ട്. ഒപ്പം തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തതും മണ്ഡലത്തിലെ 28 വാർഡുകളിൽ ഭൂരിപക്ഷവും നേടാനായതും V മുരളീധരന് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഈ മണ്ഡലത്തിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിരിക്കും. ഒരു കാലത്ത് UDFന്റെ കുത്തക മണ്ഡലമായിരുന്ന കഴക്കൂട്ടത്തെ തിരികെ പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ശരത്ചന്ദ്രപ്രസാദ്. BJP വിജയിച്ചു കയറാനാകുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് കഴക്കൂട്ടം. ശബരിമല വിഷയങ്ങളും ഡീൽ വിവാദവുമൊക്കെ മണ്ഡലത്തിൽ ഇതിനോടകം ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.